അത് അപകടമാണെന്നുള്ള കാര്യം തർക്കമില്ലല്ലോ. അധികാരമില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ കഷ്ടമാണ്. സാധാരണഗതിയിൽ നമ്മുടെ ഈ മുമ്പ് കാലങ്ങളിൽ ഗവർണർ BJP ഗവൺമെൻറ് വരുന്നതിന് മുമ്പേ രാഷ്ട്രീയത്തിൽ തന്നെ ഉള്ളവരായിരുന്നാലും അവർ മുഖ്യമന്ത്രിമാരായിരുന്നവരോ അല്ലെങ്കിൽ അത്തരം പക്വതയുള്ള പക്ഷപാതപരമായിട്ടുള്ള നിലപാട് എടുക്കാത്ത, പിന്നെ ഇന്നയാൾ കേരളത്തിൽ ഇന്ന സംസ്ഥാനത്തെ ഗവർണർ എന്ന് പറയുമ്പോൾ തന്നെ ആ സംസ്ഥാനത്തിന് തന്നെ ഒരു മഹിമ ഉണ്ടാകുന്ന രീതിയിലുള്ള ആൾക്കാരെയാണ് നിയമിച്ചിരുന്നത്. ഇന്നയാൾ പിന്നെ ഗവർണറാണെന്ന് പറയുമ്പോൾ ഷു എന്ന് ഈ അറിയാവുന്ന ആൾക്കാർ പിന്നെ പ്രതികരിക്കുന്ന സ്ത്രീയാണുള്ളത്. ഇവർക്ക് പദവിയുടെ മഹത്വം അറിയില്ല എന്നാണോ? പദവിയുടെ മഹത്വം അറിയാതെ ഒന്നുമല്ലല്ലോ ചെയ്യുന്നത്. അവരെല്ലാം ഗവർണർമാരായി ഇരുന്നവരാണല്ലോ. ആ പദവിയുടെ ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ അധികാരങ്ങളെ അവർ പുതിയ വർഷം കൊടുക്കുക. നിന്ന് മാറിയിട്ട് ഒരു ആശയ പ്രചാരണവും പ്രത്യയശാസ്ത്ര പ്രചാരണവും ഒക്കെയാണ് നിലവിൽ ഇപ്പോഴത്തെ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ബദലായ ഒരു പ്രചാരണമോ അല്ലെങ്കിൽ ജനങ്ങളെ അതൊന്നും അറിയിക്കാനുള്ളൊരു നടപടിയോ CPM-ൻ്റെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്? ഗവൺമെൻറ് കാര്യമായിട്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ അത് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നത് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ അതിനെ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടിയും ഉള്ള പരിശ്രമമാണ് ഇപ്പോൾ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെയും ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അത് നമുക്ക് ബാധിക്കുന്നത് നമ്മുടെ കുട്ടികളെയാണ് ബാധിക്കുന്നത്, രക്ഷകർത്താക്കളെയാണ് ബാധിക്കുന്നത്, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയാണ് ബാധിക്കുന്നത്. അത് ബോധപൂർവം ഇവർ നടത്തുന്ന കേരളം ഒരു കാരണവശാലും ഇന്ത്യയിൽ 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ വരാൻ വേണ്ടി പാടില്ല എന്നുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ് ഈ 2 ഗവർണർമാരും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടൽ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിദ്യാർത്ഥി യുവജന സമരത്തിനൊപ്പം CPM കൂടി ഇങ്ങനെയെങ്കിൽ ഒരു ജനകീയ പ്രശ്നം ആലോചിക്കുന്നു. അത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് പറയേണ്ടതാണ്. ഈ ഭാരതാംബ ഏതോ സ്ത്രീ അല്ലെങ്കിൽ സഹോദരി എന്നൊക്കെ അങ്ങ് പറഞ്ഞു. ഈ ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ CPM-ന്റെ ദൃഷ്ടിയിൽ ഭാരതാംബ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? ഭാരതാംബ എന്നൊരു ഒരു കാര്യം തന്നെ ഇല്ലല്ലോ. ഇത് അന്തരീക്ഷത്തിലോ BJP-യുടെ RSSന്റെ മനസ്സിലോ RSSന്റെ കമ്മിറ്റിയിലോ ഒക്കെ തീരുമാനിച്ച കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിരുകൾ തന്നെ ശരിയായിട്ടുള്ള അതിരുകളില്ല. സമരകാലത്തെ ഉണ്ട് ഭാരതാംബ അല്ലെ ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ടാണ് നമ്മൾ സ്വാതന്ത്ര്യ സമരകാലത്തൊക്കെ ഉണ്ടായിരുന്നത്. അന്നേ ആ സങ്കല്പം ഉണ്ടായിരുന്നതാണ്. പക്ഷെ അങ്ങനെ ഇല്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്? ഇല്ലാതെ തന്നെയാണ്, അതിന് തർക്കമില്ല. ഇടതുപക്ഷത്തിലെന്നാണോ? ഈ പാകിസ്ഥാനെ കൂടെ കൂട്ടിയോജിപ്പിച്ചിട്ടുള്ള ഒരു ഭൂപടമാണ് ഇതിന്റെ പിറകിൽ എപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനെതിരായി വലിയ അഭിപ്രായ പ്രകടനമൊക്കെ പ്രധാനമന്ത്രിയൊക്കെ നടത്തുകയും പാകിസ്ഥാൻ രാജ്യത്തോട് വലിയ തരത്തിൽ ഭീകരപ്രവർത്തനമൊക്കെ നടത്തുകയും ചെയ്യുന്നതിനിടയിലാണ് അതിനെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഭൂപടത്തിന്റെ മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്നത്. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ രാജ്ഭവനിൽ പോയപ്പോൾ പാകിസ്ഥാന് പുഷ്പാർച്ചന നടത്താൻ പോകാത്തത്. നിങ്ങൾ ചോദിച്ചല്ലോ, ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇങ്ങനൊരു ഭാരതാംബയെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പാർലമെൻറ്റ്, രാജ്യസഭ, ലോകസഭ, നിയമസഭ എവിടെയെങ്കിലും പാസ്സാക്കിയിട്ടുണ്ടോ? അത് RSSന്റെ മനസ്സിലാണ്.